ഇത് സലാലയിലെ മറ്റൊരു ഭാഗമാണിത്. തുമരീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സലാലയിലേക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുന്ന റോഡാണിത്. ഇത് ശരിക്ക് മസ്കത്തിൽ നിന്ന് സലാലയിലേക്ക് ഡയറക്റ്റ് വരുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഈ രീതിയിലാണ്. കാരണം ഇപ്പോൾ ഇവിടെ പൊടി മഴയാണ്. പിന്നെ അത് കൂടാതെ കോട ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളൊന്നും കാണില്ല. വഴികളൊക്കെ വളരെ ടൈറ്റാണ്. പോകുന്ന വണ്ടികളെ ചുരം ഇറങ്ങി വരികയാണ്. ചുരം ഇറങ്ങി വരുന്നതുകൊണ്ട് കൂടുതൽ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല, വളരെ പതുക്കെയാണ് വണ്ടികൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതായത് ഫ്രണ്ടിലുള്ള വണ്ടികൾ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചുരുങ്ങിയതൊരു 8-9 വണ്ടി ഒന്നിച്ച് ഇടിച്ചു നിൽക്കുന്ന ഒരു സംഭവം കണ്ടു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ 3 മണിക്കൂറോളൊക്കെ കടന്നിട്ടാണ് ഇപ്പോൾ അവിടുന്ന് വരുന്നത്. കാരണം അത്ര തിരക്കാണ്. ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ സലാലയിൽ വന്ന് ആൾക്കാർ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങൾ. ഈ പച്ചപ്പിലേക്കാണ് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ. ഇതൊരു കാട് പോലെ കിടക്കുക. ചെറിയ കാടെന്ന് പറയാൻ പറ്റില്ല, ചെറിയ കാട്ടുപ്രദേശം പോലുള്ള സ്ഥലമാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ആയിക്കഴിഞ്ഞാൽ കണ്ടമാനം ജനങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ചായ ഉണ്ടാക്കി കോഴിയൊക്കെ ചുട്ട് തിന്ന് ആടൊക്കെ വേവിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഇത് അടുത്ത മാസം ഒരു 15-ാം തീയതി വരെ ഇതുപോലെയുള്ള കാലാവസ്ഥ തുടരും. ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ 15-ാം തീയതി 20-ാം തീയതിക്കുള്ളിൽ ഇത് തീരും. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ തിരിച്ചു പോകും. ഇതൊരു ചെറിയ മഴയാണ് ഇത് ശരിക്കും. ആ മഴ കൊള്ളാനാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കോഴിക്കോട്ടുകാരൻ കാക്കാൻ്റെ മറ്റേ തോട്ടമാണ്. ഇവിടെ ലീസിനെടുത്തിട്ട് തോട്ടം തുടങ്ങിയിരിക്കുക. ഇവരിവിടെ എന്താ പറയുക, തെങ്ങും തൈ മുളപ്പിച്ചത്, അതുപോലെ വാഴ മുളപ്പിച്ചത്, അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ നഴ്സറി പോലെ ഇവിടെ ഉണ്ട് പരിപാടികൾ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അല്ലേ. ഇതിൻ്റെ ഒരുവിധം ചെടികളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവർ. നമ്മളെ ഇത് വെറ്റിലാണോ? ഇത് വെറ്റിലാണോ? അല്ല, ഇത് വെറ്റില. ഉള്ളിൽ പോകാൻ പറ്റില്ലേ? എന്താ അടിപൊളി പരിപാടിയല്ലേ ഇവിടെ. കാക്ക എത്ര കൊല്ലത്തെ പ്രയത്നം കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്താവുന്നറിയാം. ഒക്കെ മലയാളികൾ തന്നെ വന്ന് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഒരുപാട് ചെടികൾ അല്ലേ. തോട്ടം, ഓമക്കായ, അവിടെയൊക്കെ തെങ്ങിൻ്റെ പാവിയതൊക്കെ അവിടെ ഉണ്ട്. പേരക്ക അല്ലേ, എല്ലാ ചെടികളും ഉണ്ട് ഇവിടെ. എല്ലാ തരത്തിലുള്ള ചെടികളും ഇവിടെ ഉണ്ട്. മാവൻ തൈകൾ ഓരോ ഇതിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാ ഉള്ള ഓമക്കായകൾ